ഒരു സിംഹം തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് കണ്ട് നായ പെട്ടെന്ന് ചുറ്റും നോക്കിയപ്പോൾ കുറച്ച് എല്ലും കഷ്ണങ്ങൾ കണ്ടു. നായയ്ക്ക് ഒരു ബുദ്ധി തോന്നി. നായ പറഞ്ഞു, ഈ സിംഹത്തിൻ്റെ മാംസത്തിനൊക്കെ എന്താ രുചി, ഒരു സിംഹത്തിനെ കൂടി കിട്ടിയിരുന്നെങ്കിൽ. ഇത് കേട്ട പാതി സിംഹം പേടിച്ച് പിന്മാറി. ഈ രംഗം കണ്ടുകൊണ്ട് മരത്തിൻ്റെ മുകളിലായിട്ട് ഒരു കുരങ്ങൻ ഇരിക്കുന്നുണ്ടായിരുന്നു. കുരങ്ങന് തോന്നി ഈ സിംഹത്തിനോട് പോയി സത്യം പറഞ്ഞു കൊടുത്താൽ തനിക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുമെന്ന് കരുതി സിംഹത്തിൻ്റെ അടുത്ത് പോയി ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ സിംഹത്തിന് ആകെ ദേഷ്യം വന്നു. അപ്പോൾ സിംഹം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേണ്ട, ചുമലിൽ കയറിയിട്ട് വരൂ, നമുക്ക് ആ നായനെ പോയി പിടിക്കാമെന്ന് പറഞ്ഞു. കുരങ്ങൻ സിംഹത്തിൻ്റെ മുകളിൽ കയറി വരുന്നത് കണ്ടപ്പോഴേക്കും നായ ഒന്ന് അന്താളിച്ചു പോയി. പെട്ടെന്ന് തന്നെ കൗശലക്കാരനായ നായയ്ക്കൊരു ബുദ്ധി തോന്നി. നായ ഉറക്കെ പറഞ്ഞു, ആ കുരങ്ങന് എത്ര നേരമായി എൻ്റെ അടുത്തുനിന്ന് പോയിട്ട്, 1 മണിക്കൂറിലധികമായി. വേറൊരു സിംഹത്തിനെ പിടിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പോയതാണ്, ഇതുവരെ കണ്ടില്ല. ഇത് കേട്ട പാതി സിംഹം കുരങ്ങനെ നോക്കി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ തളർന്നു പോവുകയാണെങ്കിൽ തളർത്താനായിട്ട് ഇഷ്ടം പോലെ പേരുണ്ടാകും. ഭയക്കുമെന്ന് തോന്നിയാൽ ഭയപ്പെടുത്താൻ അനേകം ആളുകൾ തന്നെ ഉണ്ടാവും. തളരാതിരിക്കുക, തകരാതിരിക്കുക എന്നുള്ളത് അവരവരുടെ ഉത്തരവാദിത്വമാണ്. ഇര പിടിക്കുന്നവനും ഇര തേടുന്നവനും എല്ലാവരും നിലനിൽപ്പിനാണ് ശ്രമിക്കുന്നത്. അവരെല്ലാം ഓടുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ ചിലപ്പോൾ നമ്മൾക്ക് നിരാശ വരാം, കാലിടറി വീഴാം, തളർച്ച വരാം. പക്ഷേ ഏത് പ്രതിസന്ധികളിലും മുന്നേറാനുള്ള സാധ്യതകൾ കണ്ടെത്തുകയാണ് നമ്മുടെ കർമ്മം. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ചില ആളുകൾ പകച്ചു പോകും. അവർ മറ്റുള്ളവരെ പഴി പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷമാവും. ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചില ആളുകൾ വളരെ പക്വതയോടെ പെരുമാറും. ഇങ്ങനെ പക്വതയോടെ പെരുമാറുന്നവർ എത്ര വീഴ്ചയിൽ കാലടറി വീണാലും അവിടെ നിന്നെല്ലാം കൂടുതൽ ഊർജത്തോടെ ഉയർത്തെഴുന്നേറ്റ് വരും. വേറൊരാളും തങ്ങളുടെ ഓട്ടം ഓടാനാകില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം. നമ്മുടെ അധികാരം കൊണ്ടിട്ടോ നമ്മുടെ പേഴ്സണാലിറ്റി കൊണ്ടിട്ടോ അതല്ലെങ്കിൽ പാരമ്പര്യമായിട്ടോ ഒക്കെ നമുക്ക് കുറച്ച് മുൻഗണനയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നിലനിൽപ്പുണ്ടാവില്ല. സ്വയം ട്രൈ ചെയ്ത് ഫൈറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു മികവും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ്, അനുഭവ സമ്പത്തും മാത്രമാണ് നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സക്സസ് നേടിത്തരുള്ളൂ. നാളെ കാണാം. Expect nothing and appreciate everything. Life is beautiful. Bye.